ഓരോന്നിൻ്റെയും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് പ്രകാരം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശീലിച്ചോ, മുൻകാല ചോദ്യപേപ്പർ ഓക്കെ ആയി. ഇനി മറ്റുള്ളത് നമ്മുടെ വീഡിയോ കോഴ്സാണ്. ആ വീഡിയോ കോഴ്സിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കോഴ്സും 25 ദിവസത്തെ ചലഞ്ച് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. പോലീസ് കോൺസ്റ്റബിൾ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 20 ദിവസം പഠിക്കാനായിട്ടൊരു റിവിഷൻ ടൈം ടേബിൾ ഞാൻ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പലരുടെയും പ്രശ്നം ഇനി എന്താണ് വരും ദിവസം പഠിക്കേണ്ടതെന്നുള്ളൊരു അങ്കലാപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ അങ്കലാപ്പൊക്കെ മാറും. ഒരു ദിവസം എന്താ പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ റിവിഷൻ നടത്തിയിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ നേരെ ടൈം ടേബിളിലേക്ക് പോവാം. ഒരു 20 ദിവസം എന്തൊക്കെ പഠിക്കണം, ഒരു ദിവസം എന്താ പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും 20 ഡേയ്സ് ചലഞ്ചസ് ഓഫ് സക്സസിൻ്റെ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് സ്വാഗതം. ഞാനിവിടെ ചലഞ്ചസ് ഇട്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ചലഞ്ചസ് ആണല്ലോ നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇത് ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഒരു 20 ദിവസത്തെ ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് റിവിഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ പരീക്ഷ അടുത്ത സമയത്ത് CPO വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, CPO WCP വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 399 രൂപയുടെ ഒരു എക്സാം ടെസ്റ്റ് സീരീസ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ഇത് പലരും ഇപ്പോഴും അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ 390 രൂപ എടുത്തു കഴിഞ്ഞാൽ എൻട്രി 3 മാസത്തേക്ക് നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവും. ഈ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് 3 മാസം നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ നോർമൽ എല്ലാ പാക്കേജ് ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ 3 മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എൻട്രി ആപ്പിൽ ഒരു 25 റിവിഷൻ ചലഞ്ചസ് തുടങ്ങിയിട്ടുണ്ട്. പ്രദീപ് സാറും സുജയ് സാറും എല്ലാ അധ്യാപകരും ചെയ്തിട്ടുള്ള റിവിഷനാണ്. സോ ആ ഒരു റിവിഷന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 25 റിവിഷൻ ചലഞ്ചസ് ഉണ്ട് എൻട്രി ആപ്പിൽ. ആ ക്ലാസ് കാണാം, PDF നോട്ട് എടുക്കാം, എക്സാം എഴുതാം. അതൊരു 50 മോഡൽ എക്സാം ഉണ്ട്, 50 മോഡൽ എക്സാം സീരീസ് ഉണ്ട്. ആ എക്സാം സീരീസ് എങ്ങനെ എടുക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനകത്തൂടെ കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇത് കൂടാതെ സ്കൂൾ ടെക്സ്റ്റ്, അതിൻ്റെ PDF, വീഡിയോ ക്ലാസ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ലഭ്യമാണ്. പക്ഷേ ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഇത്രയും കാര്യം ഫോളോ അപ്പ് ചെയ്താൽ മതി. 25 റിവിഷൻ ചലഞ്ചസ് ഫോളോ ചെയ്യുക, 50 മോഡൽ എക്സാം നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഇത്രയും കാര്യം നിങ്ങൾ നോക്കാൻ റെഡി ആണെങ്കിൽ മക്കളെ നിങ്ങൾ സെറ്റായിട്ട് പരീക്ഷ എഴുതും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് 3 മാസത്തെ ഒരു വാലിഡിറ്റിയിൽ 399 രൂപയ്ക്ക് എൻട്രി ആപ്പ് തരികയാണ്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു പാടും പറയണ്ട, മറ്റാരും വിളിക്കുകയും വേണ്ട. താഴെ ഒരു ഒരു ഡയറക്റ്റ് പേയ്മെന്റ് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് നേരെ 390 നിങ്ങൾക്ക് കാണിക്കും. അവിടെ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും, ഗൂഗിൾ പേയോ ഫോൺ പേയോ വരും. അത് ക്ലിക്ക് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻട്രി ആപ്പ് ആക്സസ് ആവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ കയറുക, ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇവരെ പലർക്കും സംശയം ഉണ്ടാവും, ഈ മോഡൽ എക്സാം എങ്ങനെയാണ് എടുക്കുന്നത് സംശയം ഉണ്ടാവും. അതൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ മോഡൽ എക്സാം എടുക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജിൽ തന്നെ നിങ്ങൾ കാണുന്നത് കണ്ടോ, ലൈവ് എക്സാം എന്ന് പറഞ്ഞൊരു സാധനം വരും. ലൈവ് എക്സാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ പോകുന്നത് ഇതേപോലെ സംഭവത്തിലേക്ക്. ഇവിടെ കുറേ കിടപ്പുണ്ട്, ഗാദി LD ഡിഗ്രി പ്രിലിംസ്, സിവിൽ എക്സൈസ് എന്നൊക്കെ കുറേ കിടപ്പുണ്ട്. അതിന് ഏറ്റവും താഴെയായിട്ട് CPO WCPO ലൈവ് എക്സാം എന്നൊരു സാധനം കാണാം. അതാണ് നമ്മുടെ മോഡൽ പരീക്ഷ. അപ്പോൾ ആ ഫോൾഡറിലാണ് നമ്മുടെ മോഡൽ പരീക്ഷ കിടക്കുന്നത്. അപ്പോൾ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആദ്യമേ ഈ പരീക്ഷ ഒന്ന് കിടക്കും. ലൈവ് എക്സാം എടുക്കുമ്പോൾ ആദ്യം തന്നെ കാണിക്കും. അപ്പോൾ അവിടെ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ലൈവ് എക്സാംസ് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും. ആപ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വിടും. അങ്ങനെ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും, ഇവിടെ ലൈവ് എക്സാംസ് കാണാം. ഇപ്പോൾ നിലവിൽ ഏകദേശം 33ഓളം ലൈവ് എക്സാംസ് നടന്നിട്ടുണ്ട്. 50 എണ്ണമാണ് നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് തരിക. അപ്പോൾ ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്ത് ചെയ്യാം. താഴേന്ന് വരാം, 1 തൊട്ട് തുടങ്ങാം. 1 തൊട്ട് ഇതുവരെയുള്ള മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലിക്കണമല്ലോ, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതറിയാനായിട്ട് എന്ത് ചെയ്യുക, ഈ ലൈവ് എക്സാംസിന് തൊട്ട് താഴെ ഹോം പേജിൽ മുൻകാല ചോദ്യങ്ങളിൽ കിടപ്പുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫോൾഡർ വരും. അതിനകത്ത് 10th ലെവൽ, 7th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് നമ്മൾ ഓർഡറിൽ ഇട്ടിട്ടുണ്ട്. അവിടെ +2 ലെവലിൽ പോവുക. ഇതുവരെ നടന്ന +2 ലെവലിലെ യൂണിഫോം തസ്തികയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലിക്കുക. ഓരോന്നിൻ്റെയും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് പ്രകാരം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശീലിച്ചോ, മുൻകാല ചോദ്യപേപ്പർ ഓക്കെ ആയി. ഇനി മറ്റുള്ളത് നമ്മുടെ വീഡിയോ കോഴ്സാണ്. ആ വീഡിയോ കോഴ്സിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കോഴ്സും 25 ദിവസത്തെ ചലഞ്ച് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്താമല്ലോ. 390 രൂപ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. നിങ്ങൾ ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അതൊക്കെ വിട്ടു. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടൈം ടേബിളിലേക്ക് പോവാം. അപ്പോൾ ഈ ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഞാനിതിൻ്റെ PDF, ഈ ടൈം ടേബിളിൻ്റെ PDF നമ്മുടെ കമ്മ്യൂണിറ്റി തരാം. CPO WCPO വാട്സപ്പും ടെലഗ്രാം കമ്മ്യൂണിറ്റി നമുക്ക് എൻട്രിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ PDF കിട്ടുന്നതാണ്. അപ്പോൾ ആ PDFൽ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ എവിടെയും ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പഠിച്ചു പോകാം.
നിങ്ങൾ എവിടെ വേണമെങ്കിലും പഠിക്കാം. നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി പഠിക്കാം, എൻട്രി ആപ്പിൽ വെച്ച് പഠിക്കാം, മറ്റെന്തെങ്കിലും സോഴ്സ് വെച്ച് പഠിക്കാം, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഈ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഒരു കാര്യം കൂടെ, നമ്മുടെ 20 ദിവസത്തെ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ സുജേഷ് പ്രൊക്കാട്ട് സാറിന്റെ ബ്ലൂ പ്രിന്റിലൂടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 1-ാം ദിവസം ഡേ 1-ൽ നമ്മൾ പഠിക്കാനായിട്ട് എടുക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് സാമൂഹ്യ നവോത്ഥാന സംഘടനകൾ. കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന സംഘടനകൾ, അതിന്റെ വർഷം, സ്ഥാപിച്ച ആൾക്കാർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാമൂഹ്യ നവോത്ഥാന ആൾക്കാർ, അതായത് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്ന സ്കൂൾ പാഠപുസ്തകത്തിലുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയിട്ടുള്ള പ്രധാനികളായിട്ടുള്ള ആൾക്കാരെയും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. രണ്ടാമത് റിവിഷനാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ റിവിഷനാണ്, റിവിഷൻ ടൈം ടേബിൾ ആണ്. അടുത്ത രണ്ടാമത്തത് ഭൂമിയുടെ ഘടന. ഭൂമിയുടെ ഘടനയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് റിവിഷനാണ്. ഞാനിവിടെ ഇംഗ്ലീഷ് റിവിഷന് ഒരു ടോപ്പിക് ഇട്ടിട്ടില്ല, മറിച്ച് ഇംഗ്ലീഷ് റിവിഷൻ എന്ന റാൻഡമാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ടൈം ടേബിളിലെല്ലാം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത് ഞാൻ റാൻഡമായിട്ട് ഇട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ എൻട്രി ആപ്പിനകത്ത് നമ്മൾ ഈ 25 ചലഞ്ചസ് ഓഫ് സക്സസ് CPO എന്ന് പറയുന്നതിൽ നമ്മൾ രഞ്ജിത്ത് ആർ കെ തഴവ സാറും, അതുപോലെ മാത്സ് വിശാഖ് പാമ്പ സാറും, മലയാളം ശ്രീനിധി സാറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ വരാൻ സാധ്യതയുള്ള മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ടാണ് റിവിഷൻ നടത്തുന്നത്. നിങ്ങളും അത് ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ എൻട്രി ആപ്പിനകത്ത് 25 ചലഞ്ചസ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ രഞ്ജിത്ത് ആർ കെ തഴവ സാർ ഇംഗ്ലീഷിന്റെ റിവിഷൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടുവന്നാൽ മതി. റാൻഡമായിട്ട് സാറാണെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിച്ചു പോകുക തൽക്കാലം. അല്ല ടോപ്പിക്ക് വൈസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഇനി അതല്ല, രഞ്ജിത്ത് സാറിന് എന്ത് ചെയ്യുക, ആ റിവിഷൻ വീഡിയോ കണ്ടുപോയാൽ മതി കേട്ടോ. ദെൻ അടുത്തത് 2-ാം ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ആധിപത്യവും ആദ്യകാല ചെറുത്തുനിൽപ്പുകളും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ആദ്യകാലം നടന്ന ചെറുത്തുനിൽപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ഈ കേരളത്തിലെയും രണ്ടുകൂടെ ചേർത്ത് പഠിക്കുക. അടുത്തത് രണ്ടാമത്തത് പോക്സോ ആക്ട് ആണ്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടല്ലോ 20 മാർക്ക്, ആ സ്പെഷ്യൽ ടോപ്പിക്കിലെ പോക്സോ ആക്ട് ആണ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി, ഗണിതം 1 ഇവിടെയും നമ്മുടെ വിശാഖ് പാവമ്പ സാറിന്റെ റിവിഷൻ ഉണ്ട്. ആ റിവിഷൻ കയറി കാണുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യുക. ഇനി അടുത്തത് ഡേ 3-ൽ മൂന്നാമത് നമ്മൾ ആദ്യം പഠിക്കുന്നത് റഷ്യൻ വിപ്ലവം. അടുത്തത് മലയാളം റിവിഷൻ 1. ഇവിടെയും ശ്രീനിധി സാറിന്റെ റിവിഷൻ ഉണ്ട്. അത് കയറി കണ്ടാൽ മതി, കാര്യങ്ങൾ സെറ്റാവും. പിന്നെ ആനുകാലികം നമ്മുടെ എൻട്രി ആപ്പിൽ ചലഞ്ചസിൽ പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇത് കയറി കണ്ടു കഴിഞ്ഞാൽ ആനുകാലികം സെറ്റാണ്. ആനുകാലികത്തിൽ നമ്മൾ 5 നമ്മൾ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് ആനുകാലികം കൃത്യമായിട്ട് കിട്ടിപ്പോകുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വിറ്റാമിൻ, അതുപോലെ ധാതുക്കൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 3-ാം ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് മാറ്റി പഠിക്കാം. നിങ്ങൾക്ക് ഏറ്റവും പാടുള്ളത് രാവിലെ എഴുന്നേറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വാട്ടവർ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യുക, ഒരു ദിവസം തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. റിവിഷൻ മോഡൽ വിടുക. അടുത്ത 4-ാം ദിവസം നമ്മൾ പ്രകാശം, ഫിസിക്സിലെ പ്രകാശം പഠിക്കുന്നു. സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ. ഞാൻ നേരത്തെ പോക്സോ എന്ന് തന്നില്ലേ, ബാക്കി നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിൽ IPC എന്നോ CRPC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പോവുക. ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ആ സിലബസ് പ്രകാരം ഓർഡറിൽ തന്നെ നിങ്ങൾ നോക്കി പോവുക. ഓക്കെ. അടുത്തത് നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ. അടുത്തത് മാനസിക ശേഷി 1. ഓക്കെ. നേരത്തെ ഗണിതം പറഞ്ഞ പോലെ മാനസിക ശേഷിയുടെയും ആ ടോപ്പിക്കുള്ള റിവിഷൻ ഉണ്ട് എൻട്രി ആപ്പിൽ. അതെടുത്ത് ആ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. റാൻഡം ആയിട്ടൊരു റിവിഷനാണ്, അത് കണ്ടുപോവുക ഒരു ദിവസം. അടുത്തത് ഡേ 5-ൽ ആറ്റത്തിന്റെ ഘടന, സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ. അത് നമുക്ക് RTA എടുക്കാം കേട്ടോ. RTA എടുക്കുകയാണ് കേട്ടോ. റൈറ്റ് ടു ഇൻഫർമേഷൻ നമ്മൾ എടുക്കുകയാണ്. അടുത്തത് തന്നെ മൗലിക അവകാശങ്ങളും കടമകളും, ഇംഗ്ലീഷ് റിവിഷൻ 2. ഓക്കെ ആണ്. അടുത്തത് ഡേ 6 ആണ്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, മാർഗനിർദ്ദേശക തത്വങ്ങൾ, അന്തരീക്ഷം, ഗണിതം 2. ഓക്കെ ആണല്ലോ. പെട്ടെന്ന് പെട്ടെന്ന് പോകാലോ. അത് ഡേ 7-ൽ 1-ാം സ്വാതന്ത്ര്യ സമരം, 1957 വിപ്ലവം, സ്പെഷ്യൽ ടോപ്പിക്ക്, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി, മലയാളം റിവിഷൻ 2. അടുത്ത ഡേ 8-ൽ UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ, മാനസിക ശേഷി, ആനുകാലികം, രോഗങ്ങൾ, രോഗകാരികൾ. ഓക്കെ. രോഗകാരികൾ. അടുത്ത ഡേ 9-ൽ മാപ്പുകൾ, ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി മാപ്പ്, അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ, തണ്ണീർത്തട സംരക്ഷണം, അതുപോലെ ഇംഗ്ലീഷ് റിവിഷൻ 3. ഓക്കെ ആണേ. 9 ദിവസം കഴിഞ്ഞു. 10-ാം ദിവസം സംസ്ഥാന പുനഃസംഘടന. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്ക് ജീവിതശൈലി രോഗങ്ങൾ, ഗണിതം 3. അടുത്ത ഡേ 11-ൽ ഇന്ത്യൻ നദികൾ, ഗവൺമെന്റ് ഘടകങ്ങൾ, സ്പെഷ്യൽ ടോപ്പിക്ക് മലയാളം. ഇത്രയും കാര്യം റിവിഷൻ ചെയ്യുക. അടുത്ത ഡേ 12 അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, പാലായന പ്രവേഗം, ജിയുടെ മൂല്യം. നമ്മുടെ ഫിസിക്സിൽ നിന്ന് ഇത്രയും ടോപ്പിക്കുകൾ നോക്കുക. ഇതാണ് 1. അടുത്ത 2-ാമത്തെ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അടുത്ത കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ നോക്കുക. മാനസിക ശേഷി നിങ്ങൾ പരിശീലിക്കുക. ഇതാണ് 12-ാം ദിവസം. ഇനി അടുത്തത് 13-ാം ദിവസം. അടുത്തത് എന്തൊക്കെയാ? ലായനികൾ, കെമിസ്ട്രി ലായനികൾ, ഇംഗ്ലീഷ് റിവിഷൻ ചെയ്യുക. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, എക്കണോമിക്സ് റിവിഷൻ ചെയ്യുക. ആനുകാലികം റിവിഷൻ ചെയ്യുക. അടുത്ത ഡേ 14 ഉത്തരപർവ്വത മേഖല, ഇന്ത്യൻ ജോഗ്രഫി, സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ ചെയ്യുക.
ട്രോഫികൾ, ഇനങ്ങൾ, കായിക ഇനങ്ങൾ, എണ്ണം, രാജ്യങ്ങൾ, ദേശീയ വിനോദങ്ങൾ എന്നിവ നമ്മുടെ സ്പോർട്സിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗണിതം വീണ്ടും നമ്മൾ റിവിഷൻ ചെയ്യുന്നു. ഇതാണ് 14-ാം ദിവസം. ഇവിടെ നിങ്ങൾക്ക് 7 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ഒരു റിവിഷൻ നടത്താം. ഞാൻ ഇവിടെ റിവിഷന്റെ സാധനം ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് 7 ദിവസം കഴിയുമ്പോൾ അടുത്തൊരു ദിവസം റിവിഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യാം, 8ലേക്ക് വരാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. 7 ദിവസം നന്നായിട്ട് പഠിച്ചിട്ട് 8ാം ദിവസം റിവിഷൻ എടുക്കുക, പിന്നെ വീണ്ടും പഠിച്ചു തുടങ്ങുക. അങ്ങനെ രീതിയിൽ ചെയ്യാം. 14 കഴിയുമ്പോൾ റിവിഷൻ കൊടുക്കുക. ഓക്കെ, കാരണം അങ്ങനെ ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് പഠിച്ചു പോകാം. എങ്ങനെയാലും കുഴപ്പമില്ല. അടുത്ത ഡേ 15 കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് കേരള മന്ത്രിസഭ, അതുപോലെ മലയാളം റിവിഷൻ. ഇത്രയും കാര്യങ്ങൾ അവിടെ നന്നായിട്ട് നോട്ട് ചെയ്യുക. അടുത്തത് വീണ്ടും 16 കൃഷി. ഇന്ത്യൻ ജോഗ്രഫിയിൽ കൃഷി ഉണ്ടല്ലോ, ഇന്ത്യൻ ജോഗ്രഫി ബേസ് ചെയ്തുകൊണ്ട് കൃഷി. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ, ഭരണഘടനാ ഭേദഗതി, മാനസിക ശേഷി. അത് ഡേ 17 പ്രവൃത്തി, ഊർജം, പവർ, ഉത്തോലകങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫിസിക്സിൽ നിന്ന് റിവിഷൻ ചെയ്യുക, സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ ചെയ്യുക, ആനുകാലികം റിവിഷൻ ചെയ്യുക, ഇംഗ്ലീഷ് റിവിഷൻ ചെയ്യുക. അടുത്ത ഡേ 18 PH മൂല്യം, ഗണിതം, കേരള സർക്കാർ പ്രധാന പദ്ധതികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ. നമ്മുടെ ഇവിടുന്ന് ഇത് എക്കണോമിക്സിൽ നിന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ. അടുത്ത 19 ലിസ്റ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ലിസ്റ്റുകൾ. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്ക് വാതക നിയമങ്ങൾ, മലയാളം റിവിഷൻ. 20 ആരോഗ്യക്ഷേമ പദ്ധതികൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. സ്പെഷ്യൽ ടോപ്പിക്ക് ആനുകാലികം, മാനസിക ശേഷി. അങ്ങനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, 5 ദിവസം നമ്മൾ മാത്സിന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മാത്സിന് നമ്മൾ 5 റിവിഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ 5 റിവിഷൻ വെച്ചിട്ടുണ്ട്. മലയാളം 5 റിവിഷൻ വെച്ചിട്ടുണ്ട്. റീസണിങ് 5 റിവിഷൻ വെച്ചിട്ടുണ്ട്. ആനുകാലികം 5 റിവിഷൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. ഏകദേശം 10-12ഓളം ഡേയ്സിൽ നമ്മൾ 20 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, മിക്ക ദിവസങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. സോ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം, 20 മാർക്കാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ കഴിയുന്ന, വളരെ കുറഞ്ഞ സമയമെങ്കിൽ നിങ്ങൾ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ളൊരു ടൈം ടേബിളാണ് തന്നിരിക്കുന്നത്. ഈ ടൈം ടേബിൾ പ്രകാരമെങ്കിലും നിങ്ങൾ ഈ വരാനിരിക്കുന്ന 20 ദിവസം ഒന്ന് പഠിച്ചു നോക്കിയേ, ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിയേ, തീർച്ചയായിട്ടും റിസൾട്ട് വരും കേട്ടോ. CPO പരീക്ഷയല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സാധാരണ LDC പോലെ ഒന്നും നമുക്ക് കട്ട് ഓഫ് വരില്ല. നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 50 മോഡൽ എക്സാം ഉണ്ട്, അതൊന്ന് പരിശീലിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. പരീക്ഷയ്ക്ക് പോയിട്ട് നെഗറ്റീവ് വരുത്താതെ അറിയാവുന്ന മാത്രം ഒന്ന് കറുപ്പിച്ചിട്ട് വരിക. നിങ്ങൾ ഫിസിക്കലിൽ ഉണ്ടാവും, യാതൊരു സംശയമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, 399 രൂപയ്ക്കുള്ള ഈ എൻട്രി ആപ്പിലെ 25 ദിവസത്തെ ചലഞ്ച്, അതേപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാം 50 മോഡൽ എക്സാം, പ്രീവിയസ് ഇയർ എക്സാം, സ്കൂൾ ടെക്സ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാമേ. അപ്പോൾ എല്ലാവരും ഒന്ന് അവിടെ ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.